പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും കണക്കിലെ അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിറ്റേഴ്സ് ചാനലിൽ നമ്മൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ടീച്ചർ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അതിനകത്ത് സീക്വൻസസുകൾ അഥവാ ശ്രേണികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ. ആദ്യം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് തുടങ്ങിയിട്ടുള്ള ശ്രേണികളെ നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ ചിത്രങ്ങളിൽ നിന്ന് ശ്രേണികൾ ഉണ്ടാക്കി, അഥവാ ചിത്രങ്ങളിൽ നിന്ന് നമ്പറുകളെ പ്രതിനിധീകരിക്കുന്ന സീക്വൻസുകളെ നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ വ്യത്യസ്ത തര സീക്വൻസുകൾ നിങ്ങളോട് ഉണ്ടാക്കാനും നിങ്ങളോട് ഷെയർ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടാണ് ടീച്ചർ ആ ക്ലാസ് അവസാനിപ്പിച്ചിരുന്നത് ആണല്ലോ. ഇനി ആ ഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ടീച്ചർ ചർച്ച ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവർ എല്ലാവരും ടീച്ചറെ കൂടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടീച്ചർ പറയുന്ന പേജ് നമ്പർ പറയാം. പേജ് നമ്പർ 10-ലും 11-ലും കിടക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് ഞാൻ ആ PDF അയച്ചു തന്നതിൽ നിന്ന് ആ ചോദ്യങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം മാത്രം ഈ വീഡിയോ ബാക്കി നിങ്ങൾ കാണുക. ഓക്കെ. 11-ാമത്തെ പേജിലും 10-ാമത്തെ പേജിലുമാണ് ചോദ്യങ്ങൾ കിടക്കുന്നത്. ടീച്ചർ വായിക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റിനും 10-ാമത്തെ പേജിലുള്ള ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. സീക്വൻസുകൾ ഉണ്ടാക്കാൻ അഥവാ ശ്രേണികൾ ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങളാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ഓക്കെ. ഇനി ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് 11-ാമത്തെ പേജിലെ 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും വർക്കുകളാണ്. നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കാം, എൻ്റെ കൂടെ വായിക്കുക. റൈറ്റ് ഡൗൺ ദ സീക്വൻസസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? ധാരാളം സീക്വൻസുകൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ എല്ലാതും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും? ഇല്ല. അപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക, ചില പ്രത്യേകതകൾ നമ്മളോട് പറയും. ആ പ്രത്യേകതകൾ അനുസരിക്കുന്ന സീക്വൻസുകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് ആ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതണം. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്? ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ആ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം, അഥവാ ശിഷ്ടം 1 വരണം. നമുക്കറിയാം ഡിവിഷൻ നമുക്ക് വിഷമമുള്ളൊരു ഭാഗമാണ്. എങ്കിലും നമുക്കറിയാം എല്ലാ നമ്പറിനെയും നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ ബാക്കി വരും എന്ന് നമുക്കറിയാം. ചിലത് ഫാക്ടേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് 6 ദോശ 3 ആൾക്ക് ഭാഗിച്ചാൽ ഈ 2 എണ്ണം വെച്ച് കൊടുക്കാം, ബാക്കി അവിടെ ദോശ വരില്ല. അതേസമയം 7 ദോശ 3 ആൾക്ക് കൊടുത്താലോ, തുല്യമായിട്ട് കൊടുത്താൽ ഈ 2 എണ്ണം കൊടുത്താൽ ബാക്കി എത്ര എണ്ണം വരും? 1 എണ്ണം വരും. അപ്പൊ അങ്ങനെ ബാക്കി വരുന്നതിനെയാണ് നമ്മൾ റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുക. അപ്പോൾ ശിഷ്ടം 1 വരുന്നതും ശിഷ്ടം 2 വരുന്നതും അഥവാ റിമൈൻഡർ 1ഉം റിമൈൻഡർ 2ഉം വരുന്ന നമ്പേഴ്സുകളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതണം. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ടീച്ചർ ആ പ്രോബ്ലം ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ആ ചോദ്യത്തിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാം 1, 2, 3, 4, 5 ആർ ദ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളാണ്. നമുക്ക് ഈ എണ്ണൽ സംഖ്യകളെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 3നേക്കാൾ ചെറുതാണ്. അപ്പൊ അവിടെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കഷ്ണങ്ങളായിട്ട്, അതായത് ഡെസിമൽ ആണ് വരിക. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ ബാക്കി വരുന്നത് എന്താണ്? 1 ആണെന്ന് മനസ്സിലാക്കുക. അടുത്തത് 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2നെയും നമുക്ക് കൃത്യമായിട്ട് ഭാഗിക്കാൻ പറ്റില്ല. റിമൈൻഡർ 2 ആണ് അവിടെ വരുന്നത്. അതിനുശേഷം 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക 3/3 = 1 എന്ന് കിട്ടും. അവിടെ റിമൈൻഡർ = 0 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത നമ്പർ ഒന്ന് എടുത്ത് നോക്കൂ. 4/3. 4/3 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രാവശ്യം പോകും, പക്ഷേ ബാക്കി അവിടെ എത്ര വരുന്നു? റിമൈൻഡർ 1 വരുന്നു. ഇവിടെ ആൻസർ നമുക്ക് കിട്ടുക 1 എന്നാണ്, പക്ഷേ ബാക്കി എത്ര വരുന്നു? 1 വരുന്നു.
അതുപോലെ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ റിമൈൻഡർ 2 കിട്ടുന്നു. 6/3 റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0. അപ്പൊ നിങ്ങൾക്ക് അടുത്ത 7നെ ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡറിനെ നിങ്ങൾക്ക് കാണാതെ പറയാൻ പറ്റുമല്ലോ. എത്രയാണ് വരിക 1. അപ്പൊ ചിന്തിച്ചു നോക്കി നോക്കൂ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാവുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നതിന്റെ നമ്പറുകൾക്ക് പ്രത്യേകത ഇല്ലേ? ഇതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകതകൾ നമ്പറുകൾ അനുസരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പാഠഭാഗം നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ നമ്മൾ ഇത്രയും കാലം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ആ പ്രത്യേകത നമ്മളെ കണ്ണിൽ പെടുന്നത്. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റിമൈൻഡർ കണ്ടിട്ടുണ്ട്, പക്ഷെ റിമൈൻഡറുകളുടെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരുന്നില്ല. നോക്കൂ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെ മാത്രമാണ്? 1 വരാം, 2 വരാം, 0 വരാം. അഥവാ 0, 1, 2 ഈ നമ്പറുകളാണ് 3 കൊണ്ട് ഏത് നാച്ചുറൽ നമ്പറിനെയും ഡിവൈഡ് ചെയ്താൽ വരുന്ന റിമൈൻഡേഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞു നോക്കൂ. 0 വരാം, 1, 2, 3, 4 വരെ വരാം. 5 വരില്ല. 5/5 ഈസ് ഈക്വൽ ടു റിമൈൻഡർ 0 ആണ് വരിക. 6നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അതെ റിമൈൻഡർ 1 ആണ് വരിക. അതിനി ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു പ്രത്യേകത കൂടി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ഇനി പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും റിമൈൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമ്മളോട് ഏത് സീക്വൻസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? The sequence of natural numbers leaving remainder 2 on division by 3 വേണം, റിമൈൻഡർ 1 വരണം. അപ്പൊ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സുകൾ ഏതൊക്കെയാ നോക്കി നോക്കൂ. ഇവിടെ റിമൈൻഡർ 1 വരുന്നു. കുട്ടികൾ ഇവിടെ സാധാരണ തെറ്റിക്കാറുള്ളത് 1നെ അവർ പരിഗണിക്കാറില്ല. പക്ഷെ ആദ്യത്തെ സീക്വൻസിൽ വരുന്ന ഫസ്റ്റ് നമ്പർ ഏതാണ് പരിഗണിക്കേണ്ടത്? 1 പരിഗണിക്കണം. അടുത്തത് ഏതാണ്? റിമൈൻഡർ 1 വരുന്നത് 4. അടുത്തത് ഏതായിരിക്കും? 7, 10. അപ്പൊ അതിന്റെ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ 1, 4, 7, 10 എക്സെട്ര എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ 2 വരുന്നത് എടുത്താലോ? ടീച്ചർ അവിടെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണ് റിമൈൻഡർ 2 വരുന്നത്. 2 ആണ് അതിലത്തെ ആദ്യത്തെ നമ്പർ വരിക. 2, അടുത്തത് റിമൈൻഡർ 2 വരുന്നത് 5, അടുത്തത് എത്രയാണ് വരിക? 5, 6, 7 ഇതിൽ വന്നു. അപ്പൊ അടുത്തത് ഏതാണ് വരിക? 8 എന്ന് വരും. നോക്കൂ, ഈ സീക്വൻസിന്റെ ഒക്കെ ഒരു പ്രത്യേകതയും കൂടി നമുക്ക് നോക്കാം. ഇവിടെ 3 വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ഇവിടെയും 3 വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് ആ നമ്പർ വെച്ചിട്ടാണ് അവിടെ വർധനം അഥവാ ഇൻക്രീസ് ആ സീക്വൻസിൽ ഉണ്ടാവുക എന്നുള്ളൊരു ധാരണയും കൂടി ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ending in 1 or 6 and describe it in other 2 ways. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് അല്ലാതെ നിങ്ങൾ വീണ്ടും എഴുതണ്ട. ending in 1 and 6 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ ആദ്യത്തെ സ്ഥാനത്തെ അക്കം 1 അല്ലെങ്കിൽ 6 വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് തന്നെ തുടങ്ങാം? 1ൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമുക്ക് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. 1 കഴിഞ്ഞാൽ 6, പിന്നെ 11, പിന്നെ 16 എക്സെട്ര. ഇതാണ് ആ സീക്വൻസ് വരിക. എത്ര എളുപ്പമാണെന്ന് നോക്കൂ. ഇനി ആ സീക്വൻസിനെ നമ്മൾ 2 തരത്തിൽ നമ്മളോട് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സെന്റൻസിൽ പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സീക്വൻസിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സീക്വൻസിൽ 5 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. 1 + 5 ആണ് 6, 6 + 5 ആണ് 11, 11 + 5 ആണ് 16. അപ്പൊ അടുത്ത നമ്പർ ഏതായിരിക്കും? 21 ആയിരിക്കും, 26 ആയിരിക്കും. അപ്പൊ നമുക്കിതിനെ എങ്ങനെ പറയാം? നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. പക്ഷെ അതിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ പറയാം? ദിസ് ഈസ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1. എവിടെ നിന്ന് തുടങ്ങുന്നു? സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ഇൻക്രീസസ് ബൈ 5. അഥവാ 1ൽ നിന്ന് തുടങ്ങി 5 വച്ച് വർദ്ധിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് നമുക്ക് മലയാളത്തിലും ഇതിനെ പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു.
അപ്പോഴാണ് ഇവിടെ 3 വെച്ച് ഇൻക്രീസ് ചെയ്തിരുന്നു, അപ്പൊ റിമൈൻഡേഴ്സിന്റെ ശ്രേണികളാണ് നമ്മൾ എഴുതിയതെങ്കിൽ ഇവിടെ 5 വെച്ച് ഇൻക്രീസ് ചെയ്യുന്ന ശ്രേണി അഥവാ സീക്വൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അഞ്ചിന്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ 5മായി ബന്ധപ്പെടുത്താൻ നമുക്ക് എങ്ങനെ പറ്റുമെന്ന് നോക്കൂ. 5ന്റെ മൾട്ടിപ്പിൾ ആണോ അഥവാ ഗുണിതങ്ങളാണോ, 5ന്റെ ഗുണിതങ്ങളാണോ 1, 6, 11, 16 എക്സെട്ര? അല്ലല്ലോ, അല്ല. ഒരു 5, 5, 2, 5, 10, 3, 5, 15 അതാണ് 5ന്റെ മൾട്ടിപ്പിൾസ് വരുന്നത്. 5, 10, 15. അപ്പൊ അതല്ല, പക്ഷെ അതിനേക്കാൾ 1 കൂടിയ നമ്പറുകളാണ് വരുന്നത് അല്ലെ. 5നേക്കാൾ 1 കൂടിയതാണ് 6, 10നേക്കാൾ 1 കൂടിയതാണ് 11, 15നേക്കാൾ 1 കൂടിയതാണ് 16 എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് 5ന്റെ മൾട്ടിപ്പിൾസ് അല്ല ഈ സീക്വൻസ്. പിന്നെയോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ് ആണെന്ന് നമുക്ക് കണ്ടെത്തിക്കൂടെ? കാരണം 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ് കിട്ടുക. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ അഥവാ ശിഷ്ടം 1 ആണ് കിട്ടുക. 16നെ ഡിവൈഡ് ചെയ്താലും ശിഷ്ടം അഥവാ റിമൈൻഡർ 1 ആണ് കിട്ടുക. അപ്പൊ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ ഈ 3 വെച്ച് പറഞ്ഞ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. കഴിഞ്ഞ ചോദ്യത്തിൽ നിങ്ങൾക്ക് സെന്റൻസിൽ തന്നു, നിങ്ങളോട് നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറഞ്ഞു. ഈ ചോദ്യത്തില് നമ്പേഴ്സ് ആയിട്ട് തന്നു, നിങ്ങൾ അതിനെ സെന്റൻസിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ നമുക്ക് പറയാം? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 when divided by 5. അഥവാ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് നമുക്കിതിനെ എഴുതാം. അപ്പൊ 2 തരത്തിൽ ഈ ശ്രേണി അഥവാ സീക്വൻസിനെ പറയാം. ദിസ് ഈസ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 and increases by 5. The second method is the sequence of natural numbers which leave remainder 1 when divided by 5. ഓക്കെ, ക്ലിയർ ആയല്ലോ, മനസ്സിലായി? ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ ചോദ്യം. എ ടാങ്ക് കണ്ടെയ്ൻ, ടീച്ചറെ കൂടെ വായിക്കണേ. എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water and it flows out at a rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as sequence. മറ്റൊരു നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സന്ദർഭമാണ്. നമ്മുടെ വീട്ടിൽ വാട്ടർ ടാങ്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വെള്ളം സംഭരിച്ച് വെക്കും. അപ്പോൾ അതിന് ഒരു തുള വീണു. ആ തുള വീണ സമയത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം നമ്മൾ ഒഴുക്കി കളയുകയാണ്. എങ്ങനെയാണ് ഒഴുക്കി കളയുന്നത്? 5 liters per second. അതായത് ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സീക്വൻസിന്റെ ഇതിനെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിനെ നമ്മളോട് നമ്പർ ആയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ വെള്ളത്തിന്റെ അളവ് ഡിക്രീസ് ചെയ്തിട്ട് വരികയാണ് അല്ലെ. ഈ 2 സീക്വൻസിൽ നമ്മൾ കണ്ടു ഇൻക്രീസ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ അടുത്ത സന്ദർഭത്തില് അത് എന്തായിട്ട് വരുന്നു? ഡിക്രീസ് ചെയ്തിട്ട് വരുന്നു. എത്ര വെച്ചിട്ടാണ് ഡിക്രീസ് ചെയ്തിട്ട് വരുന്നത്? 5 ലിറ്റർ വെച്ചിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു? 1000 liters ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ സെക്കൻഡിൽ എത്ര ലിറ്റർ പോയി? 5 ലിറ്റർ പോയിട്ടുണ്ടെങ്കിൽ അതിലത്തെ ബാക്കി വരുന്ന വെള്ളം എത്രയായിരിക്കും? 995 ലിറ്റർ അഥവാ 995 ലിറ്റർ. വീണ്ടും 5 കുറഞ്ഞു, അപ്പൊ 990 ലിറ്റർ. വീണ്ടും 5 കുറഞ്ഞു, 985 ലിറ്റർ. അങ്ങനെ അതിന്റെ നമ്പേഴ്സിനെ നമുക്ക് പ്രതിനിധീകരിക്കാം. അപ്പൊ ഈ സീക്വൻസിന്റെ പ്രത്യേകത അതിന്റെ ഡിക്രീസിങ് സീക്വൻസ് ആണ്. ക്ലിയർ ആയല്ലോ? അതായത് കുറഞ്ഞു വരുന്ന സീക്വൻസുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഈ 3 പ്രോബ്ലവും നിങ്ങളെ എന്തിനാ ചെയ്യിച്ചത്? നമ്മൾ സീക്വൻസുകൾ അഥവാ ശ്രേണികൾ എന്താണെന്ന് പഠിച്ചു. വ്യത്യസ്ത സന്ദർഭങ്ങളെ കാണിക്കുന്ന ശ്രേണികൾ അഥവാ സീക്വൻസുകൾ എഴുതാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങൾ ഇന്ന് ടീച്ചർ ചർച്ച ചെയ്തത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് കൂടുതൽ നിങ്ങൾക്ക് അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഈ റിമൈൻഡറുകൾ 1, റിമൈൻഡർ 2 ഒക്കെ വരുന്നത്, അപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ റിമൈൻഡർ 1 വരുന്നത് നമ്മൾ എഴുതി, റിമൈൻഡർ 2 വരുന്നത്, ആ തരത്തിലുള്ള സീക്വൻസുകളൊക്കെ നമ്മൾ എഴുതി പഠിച്ചാൽ നമുക്ക് ഈ ഭാഗം തറവാകും. ആ രീതിയിലാണ് നിങ്ങൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് ഒന്നുകൂടി പറയുന്നു. സീക്വൻസസുകൾ അഥവാ ശ്രേണികൾ എന്താണെന്ന് പറഞ്ഞു. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രേണികൾ എഴുതാൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ കവർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സാറ് ഓൾജിബ്ര ഓഫ്
സീക്വൻസസ് ആണ് കഴിഞ്ഞ ദിവസം സാറ് എടുത്തു നിർത്തിയത്. അതായത് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റ് നമ്പേഴ്സുകൾ നമുക്ക് എഴുതി പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, കോമിട്ടിട്ട് വേർതിരിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഈ നമ്പേഴ്സുകളെ എല്ലാത്തിനെയും കൂടെ ഒരൊറ്റ നമ്പറിലേക്ക് നമുക്ക് എങ്ങനെ കാണിക്കാം, അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക എന്നറിയോ, ഓൾജിബ്ര ഉപയോഗിക്കുക. അപ്പൊ അന്ന് സാറോടെ പറഞ്ഞിരുന്നു നാച്ചുറൽ നമ്പേഴ്സിനെ കാണിക്കാൻ 1 2 3 4 എന്നുള്ളതിനെ കാണിക്കാൻ n എന്നെടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. കാരണം ഒന്നാമത്തെ പൊസിഷനിലെ നമ്പർ 1, രണ്ടാമത്തതിൽ 2, മൂന്നാമത്തതിൽ 3. അപ്പൊ എന്നാമത്തെ പൊസിഷനിലുള്ള നമ്പർ ഏതായിരിക്കും, n ആയിരിക്കും എന്നുള്ള രീതിയിൽ. അതുപോലെ ഇരട്ട സംഖ്യകളെ അഥവാ ഈവൺ നമ്പേഴ്സിനെ നമുക്ക് 2n എന്ന് കാണിക്കാമെന്ന് വിക്ടേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു. ദാറ്റ് ഈസ് 2 × 1 = 2, 2 × 2 = 4. ഈ n-ന് വ്യത്യസ്ത വിലകൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്തിനെ കിട്ടും, ഈവൺ നമ്പേഴ്സിനെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സീക്വൻസുകളിലുള്ള നമ്പറുകളെ നിരത്തി എഴുതാതെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരേ ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരേ ഒരു എന്താ പറയുക അക്ഷരം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ഓൾജിബ്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾജിബ്ര ഓർ സീക്വൻസ് എന്ന് പറഞ്ഞ് പേജ് നമ്പർ 11 മുതൽ പേജ് നമ്പർ 12, 13, 14, 15 പേജിൽ വരെ അതിൻ്റെ പ്രോബ്ലം വരെ കിടക്കുന്നുണ്ട്. ഇത് ടീച്ചർ ഇപ്പോൾ ഈ ഭാഗം എടുക്കാത്തതിൻ്റെ കാരണം ഇത് ജനറൽ സീക്വൻസിൻ്റെ ഓൾജിബ്രയാണ്. അപ്പോൾ ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വിഷമം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഈ ജനറൽ സീക്വൻസിൻ്റെ ഓൾജിബ്ര സാധാരണ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ഇങ്ങനെയും ഒരു ഭാഗം ഉണ്ടെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ടീച്ചർ ഇത് അവസാന ഭാഗത്തേക്ക് എടുത്തു തരാനാണ് ശ്രമിക്കുന്നത്. ജനുവരിയിൽ നമുക്ക് ക്ലാസ്സൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സീക്വൻസ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് തറോ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പം തൽക്കാലം ഈ ഒരു ഭാഗം ടീച്ചർ വീഡിയോയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതല്ല. അടുത്ത വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ സീക്വൻസുകളുടെ പ്രത്യേകതയാണ്. ആ ഭാഗം വരുമ്പോൾ അതിൻ്റെ ഓൾജിബ്ര നമുക്ക് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഈ സീക്വൻസുകൾ എന്താണെന്ന് പഠിച്ചു, അതിനെ എഴുതാൻ പഠിച്ചു. അങ്ങനെയുള്ള അനന്തം അഥവാ ഇൻഫിനിറ്റ് സീക്വൻസുകളുടെ ലോകത്ത് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ലോകത്തുള്ള എല്ലാ സീക്വൻസുകളെ കുറിച്ച് നമുക്ക് ഈ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനിരുന്ന് പഠിച്ചാലും നമുക്ക് പൂർണ്ണമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിലുള്ള ഒരു നിശ്ചിത പ്രത്യേകത അനുസരിക്കുന്ന സീക്വൻസുകളെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർഷം പഠിക്കുന്നത്. ആ സീക്വൻസുകളെ കുറിച്ച് പോലും പൂർണ്ണമായിട്ട് പഠിക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം അത്രയും പ്രത്യേകതകൾ ആ ഓരോ സീക്വൻസുകൾക്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നിരുന്നാലും അതിലത്തെ പൊതുവായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ പാഠഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ് ഈ പാഠഭാഗത്തിൻ്റെ ലക്ഷ്യം. അത്തരത്തിലുള്ള സീക്വൻസുകളെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസുകൾ എന്ന് നമ്മൾ പറയുന്നത്. ആ അരിത്മെറ്റിക് സീക്വൻസുകളുടെ ഓരോരോ പ്രോപ്പർട്ടികളായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് പഠിക്കാം. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമുക്കിത് കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ടീച്ചർ അയക്കുന്ന വീഡിയോസ് അതാത് ദിവസങ്ങളിൽ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് ശ്രമിച്ചാൽ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു പാഠഭാഗമായിട്ട് നമുക്കിത് മാറുകയും ചെയ്യും. ഓക്കെ, ഗുഡ് ബൈ.